രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വ്യാജ വോട്ട് ആരോപണം ഇന്ത്യ രാജ്യത്തിലെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിലാണ്. ശക്തമായ സമരവുമായി രാജ്യതലസ്ഥാനമായ ഡൽഹി അടക്കമുള്ള പ്രധാന നഗരങ്ങളെല്ലാം പ്രകമ്പനം കൊള്ളുന്ന അതേ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടധികാർ യാത്ര സമാനതകളില്ലാതെ മുന്നോട്ടു പോകുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുകയാണ്. ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം തെരുവീതികളിലൂടെ നടന്നു നീങ്ങുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ വലിയ ഊർജമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ട് ബീഹാറിനകത്ത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ തനിച്ചല്ല ഈ യാത്രയിൽ. രാഹുലിനോടൊപ്പം AICCയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരുണ്ട്. ബീഹാറിന്റെ രാഷ്ട്രീയ ഹൃദയഭൂമികയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ അല്ലെങ്കിൽ ബീഹാറിന്റെ വികസന കാര്യത്തിൽ ബീഹാറിനെ കൈപിടിച്ചനയിച്ച ലാലു പ്രസാദ് യാദവിന്റെ മകൻ RJD നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള RJD നേതാക്കന്മാരുണ്ട്. CPI-MLന്റെയും CPIM-ന്റെയും CPI-യുടെയും അടക്കമുള്ള ഇടതു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ രാഹുലിനെ ഈ യാത്രയിൽ അനുഗമിക്കുകയാണ്. കനയ്യകുമാർ അടക്കമുള്ള കോൺഗ്രസിന്റെ ബീഹാറിലെ നേതാക്കന്മാർ ഈ യാത്രയിൽ മുഴുവൻ സമയവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഒരു വലിയ പോരാട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് തുടങ്ങി വെച്ചതെന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടിയൊളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി നേതാക്കന്മാർ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ സംഘപരിവാറിനെയും കടന്നാക്രമിക്കുന്ന തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയതും കാണാനിടയായി. പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കാൻ നിലവിൽ ഇന്ത്യയിൽ സാധ്യമല്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ, അതായത് കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ആണയിട്ട് പറയുകയാണ്. ഒരു പൗരൻ ഒരു വോട്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ബീഹാറിലൂടെ നടക്കുന്ന ആ പദയാത്രയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുലിന്റെ ആ യാത്ര ബീഹാറിനകത്ത് കോൺഗ്രസിന് വലിയ ഉണർവാണ് നൽകുന്നത്. നിലവിൽ നിതീഷ് കുമാറും BJP-യും ചേർന്ന് ഭരിക്കുന്ന NDA മുന്നണി ഭരിക്കുന്ന ബീഹാറിനകത്ത് തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധി കൂട്ടുകെട്ട് കോൺഗ്രസിന് ബീഹാറിൽ, ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയിൽ, ഹിന്ദി മണ്ണിൽ വലിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഈ വ്യാജ വോട്ട് ആരോപണം മറ്റ് സംസ്ഥാനങ്ങളിലും, രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സംഘപരിവാറിനെ അടിക്കാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയില്ലായ്മയെ അടിക്കാനുള്ള വടിയാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന ഘട്ടത്തിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കൂടി കടന്നു പോകുന്നത്. എന്തായാലും ഇന്ത്യയുടെ ജനാധിപത്യം അതിന്റെ കറുത്ത ഏടിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്ക് കാതോർക്കുന്ന ഒരു വലിയ വിഭാഗം ഈ രാജ്യത്തുണ്ട് എന്ന് തന്നെയാണ് വോട്ടധികാർ യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും നിയമപരമായ പോരാട്ടങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോരാട്ടമല്ല. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം, ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വിസ്മയമായി മാറിയ ആ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് ബീഹാറിനകത്ത് മാത്രമല്ല, രാജ്യത്താകമാനം രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ബീഹാറിലെ വോട്ടധികാർ യാത്ര ബീഹാറിനെ പ്രകമ്പനം കൊള്ളിച്ച് സംഘപരിവാറിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു ഇടിത്തിയായി മാറി ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു പൗരൻ ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വോട്ടധികാർ യാത്ര രാജ്യത്താകമാനം വലിയ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.